+1 അക്കൗണ്ടൻസി പബ്ലിക് എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള മിഷൻ 100 അതുപോലെ നമുക്കും നേടാം +1 ഡബിൾ പാസ് എന്ന പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ തിയറി ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇനി നമുക്ക് മുന്നിലുള്ളൂ. വീണ്ടും നമ്മൾ പഠിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 to 6 മാർക്കിന്റെ ചോദ്യങ്ങൾ വരെയാണ് വരാറുള്ളത്. ഒരു 2-3 തവണ അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ആൻസറുകൾ തന്നിട്ട് ആ പോയിന്റ് കൺസർവേറ്റിസം അല്ലെങ്കിൽ കൺവെൻഷൻ അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾസ് എന്താണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും പലപ്പോഴും ചോദിക്കാറുള്ളത്. 2-3 തവണ കേൾക്കുന്നതോട് കൂടിയിട്ട് ഒരു 6 മാർക്ക് വരെ ഏതൊരാൾക്കും നേടാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. തിയറി ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ്. നമുക്കറിയാം അക്കൗണ്ടിംഗ് ഹാസ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. അക്കൗണ്ടിങ്ങിന് സാർവലൗകിക പ്രാധാന്യമുണ്ട്. എല്ലാ തലങ്ങളിലും എല്ലാ മേഖലകളിലും ഒക്കെ അക്കൗണ്ടിങ് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഇത് ബിസിനസിന്റെ ലാംഗ്വേജ് ആണ്. ഇറ്റ് സെർവ് ദ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ആശയവിനിമയത്തെ ഇത് സൗകര്യപ്പെടുത്തുന്നു. ടു മേക്ക് ദ ലാംഗ്വേജ് കൺവേ ദ സെയിം മീനിങ് ടു ഓൾ പീപ്പിൾ. എല്ലാ ആളുകൾക്കും ഒരേ അർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടന്റ് ഹാവ് അഗ്രീഡ് ടു എ നമ്പർ ഓഫ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻ വിച്ച് ദേ ആർ ട്രൈ ടു ഫോളോ. ദീർഘകാലമായി അക്കൗണ്ടിങ്ങിൽ പിന്തുടരുന്ന ചില ആശയങ്ങളും കൺവെൻഷനുകളുമുണ്ട്. ഈ ആശയങ്ങളെ അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനമാണ്. എല്ലാ ആശയങ്ങളും വർഷങ്ങളായ അനുഭവത്തിലൂടെ വികസിപ്പിച്ചെടുത്തതാണ്. അത്തരത്തിൽ ഉള്ള ഈ കൺസെപ്റ്റുകളെയൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ദർ ആർ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതിനെയാണ് GAAP അഥവാ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ GAAP എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതിലെ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് അസംഷൻ ഓർ കൺസെപ്റ്റ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻ, അതുപോലെ മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് എന്നിങ്ങനെ. ഇതിൽ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തേത് അക്കൗണ്ടിങ് അസംഷൻ ഓർ കൺസെപ്റ്റ്. അക്കൗണ്ടിങ് അസംഷൻ ഓർ കൺസെപ്റ്റിൽ ഒന്നാമത്തേത് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. ദ വേർഡ് എൻറ്റിറ്റി മീൻസ് സംതിങ് ഹാവിങ് സെപ്പറേറ്റ് എക്സിസ്റ്റൻറ്റ്. എൻറ്റിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബിസിനസ്സിന് വേറിട്ട ഒരു നിലനിൽപ്പുണ്ട്. ദിസ് കൺസെപ്റ്റ് സീക്സ് ടു മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ബിസിനസ് ആൻഡ് പ്രൊപ്രൈറ്റർ. ഇത് ബിസിനസ്സും ഉടമസ്ഥനും വേറെയാണ് എന്നുള്ളത് കാണിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം, ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ പ്രൊപ്രൈറ്റർ ഇൻ ദ ബിസിനസ് കൺസിഡേർഡ് ടു ബി ലോൺ ഗിവൺ ബൈ ഹിം. ബിസിനസ്സിലേക്ക് ഉടമസ്ഥൻ ധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ലോണായിട്ട് പരിഗണിക്കുന്നു. അപ്പോൾ ബിസിനസ്സിലേക്ക് പണം കൊണ്ടുവരുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് കിട്ടുന്നു. അതുപോലെ തന്നെ ബിസിനസ് ആ ഒരു തുക ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം എന്നുള്ള കൺസെപ്റ്റാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഇതിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഒരു ബിസിനസ്സിലേക്ക് ഉടമസ്ഥൻ പണം കൊണ്ടുവരുന്നതിനെ അദ്ദേഹത്തിൻ്റെ ലോണായി കാണിക്കുന്നു. ഈ ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? അപ്പോൾ നമ്മൾ എഴുതേണ്ട അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത് ഗോയിങ് കൺസേൺ ആണ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ബിസിനസ് ദീർഘകാലത്തേക്കുള്ളതാണ്. നോ ഇൻറ്റൻഷൻ ഫോർ എ ഷോർട്ട് പീരിയഡ്. വളരെ ഒരു കുറഞ്ഞ കാലയളവിലേക്കുള്ളതല്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ. ഈ അസംഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെയാണ്. അണ്ടർ ദീസ് ഫിക്സഡ് അസറ്റ് ആർ റെക്കോർഡ് അറ്റ് ഒറിജിനൽ കോസ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ഫിക്സഡ് അസറ്റുകൾ അതിൻ്റെ യഥാർത്ഥ വിലയിലാണ് കാണിക്കുക. ആൻഡ് ഡിപ്രീഷിയേഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിപ്രീഷിയേഷന് കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ വർഷവും കാണിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഒക്കെ ഇതിൽ ട്രീറ്റ് ചെയ്യാനുള്ള കാരണം ഈ ഒരു കൺസെപ്റ്റ് പ്രകാരമാണ്. അപ്പം പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്
ഫിക്സ്ഡ് അസറ്റിന് ഒറിജിനൽ കോസ്റ്റിൽ വാല്യൂ ചെയ്യുകയും ഡിപ്രീഷിയേഷൻ ചാർജ് ചെയ്യുകയും ചെയ്യുന്ന ഏത് കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഗോയിങ് കൺസേൺ ആണ്. അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നിവയൊക്കെ പരിഗണിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് മലയാളത്തിലും കൂടെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സാമിന് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുപോലെ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഇത് വളരെ സിമ്പിളാണ്. എന്താണ്? ആസ് പെർ ദിസ് കൺസെപ്റ്റ് ട്രാൻസാക്ഷൻ ഇൻവോൾവിങ് മണി ഓർ മണി വർത്ത് വിൽ ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ബുക്സിൽ പണമോ അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യത്തിലുള്ളത് മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. പണത്തിൻ്റെ മൂല്യമില്ലാത്തതിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല. എക്സാമ്പിൾ, ബിസിനസ് ഹാസ് ഗോട്ട് എ ഡെഡിക്കേറ്റഡ് എംപ്ലോയി. ബിസിനസ്സിന് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ കിട്ടി. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ആൻ അസറ്റ്. ഇതൊരു അസറ്റാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കനോട്ട് ബി റെക്കോർഡ്, രേഖപ്പെടുത്താൻ പറ്റൂല. അപ്പോൾ ഇങ്ങനെയുള്ളത് രേഖപ്പെടുത്താൻ പറ്റാത്തത് എന്തുകൊണ്ട്, ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ്? മണി മെഷർമെൻ്റ് ആണ്. ഒരാൾ എന്നും നേരത്തെ വരുന്ന ഒരു എംപ്ലോയി ഉണ്ട്, എല്ലാം കറക്റ്റായി ചെയ്യുന്ന ഒരാളുണ്ട്, നമുക്ക് ബുക്കിൽ രേഖപ്പെടുത്താൻ പറ്റൂല. കാരണം എന്താണ്? അത് മണി മെഷർമെൻറ്റ് പ്രകാരം നമുക്ക് അയാളുടെ ആ ഒരു വാല്യൂ അളക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അത്രയും ചോദ്യങ്ങളൊക്കെ അതിൽ നിന്ന് ചോദിക്കാം. പിന്നെ അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ദ ബിസിനസ് ഈസ് സപ്പോസ്ഡ് ടു കണ്ടിന്യൂ ഫോർ എ ലോങ് പീരിയഡ്. ബിസിനസ് ദീർഘകാലത്തേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ദ മെഷർമെൻറ്റ് ഓഫ് ഇൻകം ആൻഡ് സ്റ്റഡിങ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇൻകം കണക്കാക്കുക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുക ആഫ്റ്റർ എ ലോങ് പീരിയഡ് ഈസ് ഇമ്പോസിബിൾ. ഒരു ദീർഘകാലം കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ കണക്കാക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സോ ദാറ്റ് സം ഇൻ്റർവെൽസ് ആർ ക്രിയേറ്റഡ് ഫോർ ദിസ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ഇൻ്റർവെൽസുകൾ ഉണ്ടാകും. അത് ഇയർലിയോ അല്ലെങ്കിൽ ഹാഫ് ഇയർലിയോ ക്വാർട്ടർലിയോ ഒക്കെ. അങ്ങനെയുള്ള ഈ പീരിയഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് പീരിയഡ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ 31 മാർച്ച് വരെയാണ്. അങ്ങനെയുള്ള ഒരു പീരിയഡ് ഉണ്ടാക്കും. ഇതാണ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് പ്രകാരം. ഇനി നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻസ് ആണ്. രണ്ടാമത്തേത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻ. അതിലൊന്നാമത്തേത് റവന്യൂ റിയലൈസേഷൻ. ഇതിൽ പലതവണ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. റവന്യൂ റിയലൈസ്ഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ഡാഷ്. റവന്യൂ റിയലൈസ് ചെയ്യുന്നത് ഏത് സമയത്താണ്? അറ്റ് ദ പോയിന്റ് ഓഫ് സെയിൽ ആണ്. സെയിൽ നടക്കുമ്പോഴാണ് നമ്മൾ റവന്യൂ കണക്കാക്കുന്നത്. ഇനി രണ്ടാമത്തേത് വെരിഫയബിൾ ഒബ്ജക്റ്റീവാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. അപ്പോൾ എക്സാമിന് ചോദിക്കും ഡാഷ് ഈസ് ഓൾസോ നോൺ ആസ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. അതെന്താണ്? വെരിഫയബിൾ ഒബ്ജക്റ്റീവാണ്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ദാറ്റ് ദ എൻട്രീസ് ഇൻ ദ അക്കൗണ്ടിങ് റെക്കോർഡ് ആൻഡ് ഡാറ്റ മസ്റ്റ് ബി കേപ്പബിൾ ഫോർ വെരിഫിക്കേഷൻ. ഇത് പ്രകാരം അക്കൗണ്ടിങ്ങിൻ്റെ ഡാറ്റാസുകൾ അതുപോലെ തന്നെ രേഖപ്പെടുത്തിയവയൊക്കെ വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് മാച്ചിങ് പ്രിൻസിപ്പിൾസ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊന്നാണ്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് കോസ്റ്റ് ഓർ എക്സ്പെൻസസ് ഓഫ് എ ബിസിനസ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡ് ആർ മാച്ച്ഡ് വിത്ത് ദ റവന്യൂ ഓഫ് ദാറ്റ് പീരിയഡ്. ഈ ഒരു തത്വപ്രകാരം വരുമാനവും അത് നേടുന്നതിനുള്ള ചെലവും ഒരേ കാലയളവിലുള്ളതായിരിക്കണം. ആ ഒരു കാലയളവിലുള്ള എക്സ്പെൻസുകൾ ആ വർഷത്തെ ചെലവുകളും അതുപോലെ തന്നെ ആ വർഷത്തെ വരവുകളും തമ്മിൽ മാച്ച് ആയിരിക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ വേണ്ട കാൽക്കുലേഷൻസുകളൊക്കെ അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കണം എന്നതാണ് മാച്ചിങ്. അപ്പോൾ എക്സ്പെൻസുകൾ ആ വർഷത്തെ ഇൻകവുമായിട്ട് അല്ലെങ്കിൽ റവന്യൂവുമായിട്ട് മാച്ച് ചെയ്തിരിക്കണം എന്നുള്ളത്. അതുപോലെ ഫുൾ ഡിസ്ക്ലോസർ ദിസ് കൺവെൻഷൻസ് ഡിമാൻഡ് ദാറ്റ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഷുഡ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി യൂസേഴ്സ്. ഓരോ എൻഡ് യൂസേഴ്സിനും ഉപകാരപ്പെടുന്ന രീതിയിൽ അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ വിവരങ്ങളും തന്നെ എന്ത് ചെയ്യണം? പ്രകടിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഡ്യുവൽ ആസ്പെക്റ്റ് ഓർ ഡ്യുവാലിറ്റി കൺസെപ്റ്റ്. പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഡ്യുവൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഡ്യുവാലിറ്റി കൺസെപ്റ്റ് എന്നുള്ളത്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് എവറി ബിസിനസ് ട്രാൻസാക്ഷൻ ആസ് ഡ്യുവൽ എഫക്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ
ഇടപാടുകൾക്കും അല്ലെങ്കിൽ ഇവൻസുകൾക്കും രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ് ആൻഡ് ഗിവിങ് ആസ്പെക്റ്റ്. ഒരു വർഷം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, എവറി ആക്ഷൻ ദർ മസ്റ്റ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതിന് സമാനമായ അക്കൗണ്ടിങ്ങിലെ ഒരു കൺസെപ്റ്റ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? എല്ലാ ആക്ഷനുകൾക്കും അതിൻ്റെ തുല്യവും അല്ലെങ്കിൽ വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടാവും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാവും എന്ന് പറയുന്നത് എന്താണ്? ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾസ് റിക്വയർ ദാറ്റ് ഓൾ ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് അറ്റ് ദയർ അക്വിസിഷൻ കോസ്റ്റ്. ഈ ഒരു പ്രിൻസിപ്പിൾസ് പ്രകാരം എല്ലാ കാര്യങ്ങളും തന്നെ അല്ലെങ്കിൽ എല്ലാ ഇടപാടുകളും തന്നെ അത് അക്വയർ ചെയ്യുന്ന ചെലവിലാണ് അല്ലെങ്കിൽ ആ ഒരു പ്രൈസിലാണ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത് എന്നുള്ളതാണ്. ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ അത് നേടിയിട്ടുള്ള, അല്ലാതെ ഭാവിയിൽ അതിനെന്തുണ്ടാവും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നർത്ഥം. ഇനി അതുപോലെ തന്നെ ചില മോഡിഫൈങ് പ്രിൻസിപ്പിൾസുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മെറ്റീരിയാലിറ്റി. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ഇമ്പോർട്ടൻസ് ഷുഡ് ബി അറ്റാച്ച്ഡ് ടു ഓൺലി മെറ്റീരിയൽ ഫാക്ട്, ഇഗ്നോറിങ് ദ ഇൻസിഗ്നിഫിക്കൻ്റ് ഫാക്ട്. ഈ ഒരു തത്വപ്രകാരം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കപ്പെടുകയും അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ വിട്ടുകളയുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് ഏതാണ് എന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? മെറ്റീരിയാലിറ്റി. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി, സ്ഥിരത. സ്ഥിരത എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, വേർഡിൻ്റെ അർത്ഥം അറിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്നതാണ് കൺസിസ്റ്റൻസി. അക്കൗണ്ടിങ് പ്രാക്ടീസ് ഷുഡ് റിമെയിൻ ദ സെയിം ഫ്രം 1 year to another. അക്കൗണ്ടിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന രീതികളൊക്കെ ഓരോ വർഷവും നമ്മൾ മാറ്റാൻ പാടില്ല, ഒരുപോലെ ആയിരിക്കണം. ഈ വർഷം എന്താണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അത് തന്നെ അടുത്ത വർഷവും ഫോളോ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റാൻ പാടില്ല. അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യൂല, മനസ്സിലാവൂല. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അടുത്തത് കൺസർവേറ്റിസം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, പല തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രുഡൻസ്. ഇൻ ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് നോട്ട് ടു ബി കൺസിഡേർഡ്. ഈ ഒരു തത്വപ്രകാരം നമ്മൾ പ്രതീക്ഷിത ലാഭം അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്താൻ പാടില്ല. ബട്ട് ഓൺലി പോസിബിൾ ലോസ് ആർ കൺസിഡേർഡ്. എന്നാലോ മുൻകൂട്ടി കാണുന്ന ലാഭം നമ്മൾ രേഖപ്പെടുത്തില്ലെങ്കിലും സാധ്യമായ എല്ലാ നഷ്ടവും നമ്മൾ കണക്കാക്കി രേഖപ്പെടുത്തണം എന്നുള്ളതാണ് കൺസർവേറ്റിസം എന്ന് പറയപ്പെടുന്നത്. ഇതിനെ നമ്മൾ പ്ലെയിൻ സേഫ് എന്നൊക്കെ പറയാണ്ട്, പോളിസി ഓഫ് പ്ലെയിൻ സേഫ് അഥവാ കരുതലോടെ നീങ്ങുക, പോളിസി ഓഫ് പ്ലെയിൻ സേഫ് റിലേറ്റഡ് വിത്ത് ഡാഷ് എന്ന് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ anticipated profit not to be considered but only possible losses are considered. which principles are prescribed here? ഇവിടെ ഏത് തത്വമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ, അതേപോലെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്നിവയൊക്കെ ഏതിൻ്റെ ബേസിലാണ് നമ്മൾ കാണുന്നത് എന്ന് ചോദിച്ചാലും അവിടെ കൺസർവേറ്റിസം എന്ന പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി അതുപോലെ മറ്റൊന്ന് ടൈം ലൈൻസ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ക്യാൻ ബി യൂസ്ഫുൾ ടു ദ എൻഡ് യൂസേഴ്സ് ഓൺലി വെൻ ഇറ്റ് ഈസ് മെയ്ഡ് അവൈലബിൾ ഇൻ ടു ദ ടൈം. അക്കൗണ്ടിങ്ങിൻ്റെ വിവരങ്ങളൊക്കെ അതിൻ്റെ എൻഡ് യൂസേഴ്സിന് ഉപകാരപ്രദമാവണമെങ്കിൽ അതെന്ത് ആയിരിക്കണം? ഓരോന്നും നമ്മൾ ആ സമയത്ത് നൽകണം. ആ ടൈം ലൈൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട് കൃത്യമായ അതിന് അനുയോജ്യമായ സമയത്ത് നൽകണമെന്നാണ്. ഇനി അതുപോലെ തന്നെ സബ്സ്റ്റാൻസ് ഓവർ എ ലീഗൽ ഫോം. സബ്സ്റ്റാൻസ് ഓവർ എ ലീഗൽ ഫോം എന്നതിലൂടെ പറയുന്നത് ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾസ് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇടപാടുകളൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്നത് ആൻഡ് പ്രസൻറ്റഡ് അതിനെ അവതരിപ്പിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ പ്രകടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദയർ സബ്സ്റ്റാൻസ് അതിൻ്റെ പ്രായോഗികതയ്ക്ക് അടിസ്ഥാനത്തിലാണ്. നോട്ട് എ ലീഗാലിറ്റി, നിയമവശം മാത്രം നോക്കിയിട്ടല്ല, അതിൻ്റെ പ്രായോഗികതയുടെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിങ്ങിൻ്റെ വിവരങ്ങളെയൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടത്. ദെൻ പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രി, വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റത്തെ ഒരു പോയിന്റും കൂടെയാണ്. ദ പ്രാക്ടീസ് ആൻഡ് മെത്തേഡ് പ്രിവൈലിംഗ് ദ പർട്ടിക്കുലർ ഇൻഡസ്ട്രി. ഒരു പ്രത്യേക സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഹാസ് കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ റെക്കോർഡിംഗ്
ആൻഡ് പ്രോസസ്സിങ് ഇൻഫർമേഷനുകൾ സംസ്കരിക്കുമ്പോഴും അല്ലെങ്കിൽ അത് നൽകുമ്പോഴും ഒക്കെ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു രീതി തന്നെ ഉപയോഗപ്പെടുത്തണമെന്നാണ് പ്രാക്ടീസിങ് ഇൻഡസ്ട്രി. അപ്പം പ്രാക്ടീസിങ് ഇൻഡസ്ട്രിയിൽ നമ്മളോട് പലപ്പോഴും എക്സാമിന് ചോദിക്കുക, പ്രാക്ടീസ് ആൻഡ് മെത്തേഡ് പ്രിവൈലിംഗ് പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ഹാസ് കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ വിച്ച് പ്രിൻസിപ്പിൾസ് പ്രിസ്ക്രൈബ്ഡ് ഹിയർ. അവിടെ നമ്മൾ പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രി എന്ന പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ലളിതമായിട്ടാണ്, നിങ്ങൾ ഇതൊന്ന് കേട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. പലപ്പോഴും എക്സാമിന് ഇതിൻ്റെ ആൻസർ തന്നിട്ട് ഇത് ഏത് കൺസെപ്റ്റാണ്, ഏത് പ്രിൻസിപ്പിളാണ് എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പം നന്നായിട്ട് ഒന്ന് 2-3 തവണ കേട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന 3ാമത്തെ ചാപ്റ്റർ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.